നമ്മൾ ബൈക്കിനാണ് കയറുന്നത്. നമ്മുടെ വണ്ടി നല്ല രീതിയിൽ വലിക്കുന്നുണ്ട്, കയറാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പോയിക്കണം, കുറേ ചാലുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ആ മലയൊക്കെ നിങ്ങൾ കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കല്ലുകളൊക്കെ ആയിട്ട് നിൽക്കണ കാണാനായിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ അതിൻ്റെ മേളിൽ വന്നിട്ടുള്ള കാഴ്ച കാണാനായിട്ട്. ഈ ഭാഗത്തു നിന്നൊക്കെ ഉള്ള വ്യൂ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല കാണാനായിട്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നമ്മളിന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുക്കോര എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു മല നമ്മുടെ ഈ സ്ഥലത്തുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. അപ്പോൾ ഏതായാലും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ മുതുക്കോര മലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ അതെ പൂഞ്ഞാറിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി, അതായത് ഇവിടെ നിന്ന് മുതുക്കോര മലയിലോട്ട് ഒരു 10 കിലോമീറ്റർ ദൂരമായിട്ടുള്ളത്. അപ്പം അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ കണ്ടൊരു കാഴ്ച വേണ്ട, ഇത് കണ്ടില്ലേ, നിറച്ച് പാറകൾ. ഇത് നമ്മുടെ മീനച്ചിൽ റിവറാണ് കേട്ടോ. അതായത് ഇപ്പോൾ വെള്ളം കുറവുള്ള ടൈമാണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നമ്മുടെ ഈ മീനച്ചിൽ റിവർ കാണാനായിട്ട്. ഇപ്പം ഞാൻ നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മീനച്ചിൽ റിവറിൻ്റെ നടുക്കായിട്ടാണ് നിൽക്കുന്നത്. നിറച്ച് വലിയ വലിയ പാറകൾ മാത്രമാണ് നമുക്കിപ്പോൾ ഈ റിവറിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്നത്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണ്ടയാർ എന്നാണ് ഈ റോഡിൻ്റെ പേര്. കറക്റ്റായിട്ട് അറിയില്ല, നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രം അകലെയായിട്ടാണ് നമ്മുടെ മുതുക്കോര മലയുള്ളത്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ട നല്ല ഭംഗിയാണ്. അതായത് നമ്മളൊരു ഇടുക്കിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു രീതിക്കുള്ളൊരു കാഴ്ചയുണ്ട നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നല്ല മനോഹരമാണ് നമ്മുടെ ഈ ചുറ്റുവട്ടം മൊത്തമായിട്ട് കാണാനായിട്ടാ. നമ്മളിപ്പോൾ അങ്ങനെ യാത്ര ചെയ്തേ മുതുക്കോര മല വ്യൂ പോയിൻ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. ആ കാണുന്ന റോഡ് കണ്ടില്ലേ, ഈ റോഡ് 2 കിലോമീറ്റർ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് മേളിലോട്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുതുക്കോര മല നടന്ന് കയറേണ്ടത്. പിന്നെ അതെ നമ്മുടെ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു മുതുക്കാരുടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇങ്ങോട്ടേക്ക് വന്നേന്നുണ്ടെങ്കിലല്ല കറക്റ്റായിട്ടുള്ള ഈ ഒരു സ്പോട്ട് കിട്ടില്ല കേട്ടോ. അതായത് ഗൂഗിൾ മാപ്പ് നമ്മളെ കറക്കി കളിച്ചുകൊണ്ടിരിക്കും. വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകളടുത്ത് ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാല്ല. ഗൂഗിൾ മാപ്പ് മാത്രം അപേക്ഷിച്ച് വരികയാണെങ്കിൽ വെറുതെ ഇട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അതെ ഈ കാണുന്ന ഒരു വ്യൂ കണ്ടില്ലേ, അതായത് നമ്മുടെ ആ മല കയറിനേക്കാളും മുന്നേ ആയിട്ട് ആ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ദൂരെയായിട്ട് കുറേ മലനിരകൾ ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട്. ക്യാമറയിൽ അത് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ. അപ്പോൾ ഏതായാലും അതാണ് നമ്മുടെ മലയിലോട്ട് പോകുന്ന വഴി. നമുക്ക് മേളിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മളപ്പോൾ അതേ മുതുക്കോര മല കയറിക്കൊണ്ടിരിക്കേണ്ട. നേരത്തെ കണ്ട ഒരു ടാർട്ട റോഡിൽ നിന്ന് ഓഫ് റോഡായിട്ടുള്ള റോഡിൽ കൂടെ മേലോട്ട് പോകണം. ഓഫ് റോഡല്ല, ടാറിങ് അല്ലാത്തൊരു റോഡാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ റോഡ് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ബൈക്കിനാണ് കയറുന്നത്. പക്ഷേ അത്യാവശ്യം നല്ലൊരു കയറ്റമുണ്ടോ, നമ്മുടെ വണ്ടി നല്ല രീതിയിൽ വലിക്കുന്നുണ്ട്, കയറാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് വെച്ചാൽ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഈ മലനിരകളിൽ നിന്ന് കിട്ടുന്നത്. കയറി വരുമ്പോഴേക്കും ഒത്തിരി റബ്ബറിൻ്റെ കൃഷിയാണ് കാണുന്നത് നമ്മൾ ഈ റോഡിൽ കൂടെ വരുമ്പോൾ. ഇങ്ങോട്ടേക്ക് ടാറല്ല, പക്ഷേ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് റോഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു റോഡാണ് മൊത്തം നമുക്ക് ഇങ്ങോട്ട് മല കയറുമ്പോൾ കാണുന്നത്. പിന്നെ ഇവിടെ മൊത്തമായിട്ടും നമ്മുടെ റബ്ബറിൻ്റെ കൃഷിയാണ് കാണുന്നത്. നല്ലൊരു കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അതായത് എറണാകുളം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് പൊള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, മുതുക്കോര മല ഹിൽ വ്യൂ പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചുപറമ്പിൽ പാറ എന്ന് വിളിച്ചിട്ടുണ്ട്, അതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് 6 മണിക്ക് ശേഷം നമ്മുടെ മലയിലോട്ട് യാത്ര ഒഴിവാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതേ ഇവിടെ നിന്ന് ഇനി ഈ വഴി മേളിലോട്ട് തന്നെ കയറണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ മല നടന്നാട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റുന്നില്ല, അത് കാരണം എൻ്റെ വണ്ടി കുറച്ച് മോശമാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന റോഡ് കണ്ടില്ലേ നിങ്ങൾ, ഇത് കംപ്ലീറ്റ് ചെങ്കല്ലിൻ്റെ ഒരു ഇതിട്ടേക്കണേന്, കട്ടിട്ടേക്കണേന്. അതുകൊണ്ട് തന്നെ ഗ്രിപ്പ് പിടിക്കുകയുള്ള, അതുകൊണ്ട് ഡബിൾ ഇരുന്ന് വണ്ടി കയറാൻ വേണ്ടി പറ്റുള്ള. അതുപോലെ തന്നെ വണ്ടി നല്ല വലിമുട്ടലും ഉണ്ട്. അതുകൊണ്ട് കൂട്ടുകാരൻ ഒറ്റയ്ക്ക് മേളിലോട്ട് കയറിപ്പോയി. പിന്നെ നിങ്ങൾ ഈ ഇത് കണ്ടില്ലേ, ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ട് കാണുന്നത്, നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്ന ചെടി എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു നാട്ടിലൊക്കെ ഈ പയറില്ലേ, പയറിൻ്റെ ഇല പോലെ തോന്നുന്നു. പക്ഷേ ഇത് പയറല്ല, വേറെ എന്തോ തോന്നണേ. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഈ മലനേരം ഇങ്ങനെ കണ്ടില്ല, ഒരു നീല കളറിലാണ്ട് നമുക്ക് ഇവിടെ നോക്കില്ല കാണാൻ പറ്റുന്നത്. ക്യാമറയിൽ അങ്ങനെ തന്നെ പിടിക്കണമെന്ന് എനിക്കറിയില്ല കളറ്, പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഒരു നീല മുകളിൽ കളറിലാണ്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇനി നമുക്ക്
ഈ വഴി നടന്ന് കയറണം. ഏതായാലും മേളിൽ എത്തിയിട്ട് നമുക്ക് കാണണ്ട ഇനി. പിന്നെ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് 2 വീലറിന് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു വണ്ടിക്ക് വരാൻ നോക്കാം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് അത്യാവശ്യം മോശമാണ്. വല്ല പഞ്ചറൊക്കെ കിട്ടിക്കഴിഞ്ഞാലും പണിയാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇഷ്യൂ എന്തെങ്കിലും വന്നാലും പണിയാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ വണ്ടി വലിയാത്തതുകൊണ്ട് തന്നെയാണ് ഞാനിത് നടന്ന് കയറണത്. അല്ലെങ്കിൽ വണ്ടിയിലിരുന്ന് മര്യാദക്ക് മേലോട്ട് കയറായിരുന്നു. ഏതായാലും എന്താ നമ്മുടെ കൂട്ടുകാരൻ്റെ അവിടെ ഇപ്പം ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കുക. ഇനി വണ്ടി കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം. അത്യാവശ്യം ഇറക്കമുള്ള പോലെ തോന്നുന്നത്. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന മുതുക്കോര മലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ റോഡാണ് കേട്ടോ. അതിപ്പോൾ നമുക്ക് ടാറിങ്ങും ഇല്ല, അതുപോലെ തന്നെ ഈ കോൺക്രീറ്റിൻ്റെ ടാറിങ്ങൊന്നും ഇല്ല. കംപ്ലീറ്റ് ചെങ്കലിൻ്റെ റോഡാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ബൈക്കും കൊണ്ട് പോകുമ്പോൾ നമുക്ക് കൺട്രോളിങ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നോക്കി പോയില്ലെങ്കിൽ ഇതുപോലെ 2 സൈഡിലോട്ടൊക്കെ പോകും. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഇത്തിരി റിസ്ക്കാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളെ കാടിൻ്റെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മളൊരു നല്ലൊരു കാടിൻ്റെ അകത്തേക്കൂടെ പോകുന്ന ഒരു ഫീലിംഗ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് സൈഡിൽ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റബ്ബറാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. നമ്മളങ്ങനെ ബൈക്ക് കൊണ്ടുള്ള മൽപ്പിടുത്തം ഒഴിവാക്കിയിട്ട് ഇപ്പം നടക്കാൻ തുടങ്ങട്ടെ ഞങ്ങൾ 2 പേരും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഡബിൾ ഇരുത്തി കയറി പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാലും അറിയുന്നൂടെ, ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ്. ഇതുപോലെ കുത്തനുള്ള കയറ്റവും ഉണ്ട്. നമുക്ക് ഈ കാണുന്ന വഴിയില്ലേ, അത് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്ററും കൂടെ നമുക്ക് നേരെ വണ്ടി ഓടിക്കാൻ പറ്റും. അവിടെയായിട്ടൊരു റിസോർട്ട് ഉണ്ടെന്നാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ചേട്ടൻ പറഞ്ഞേട്ടാ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മലയിലോട്ടുള്ള വഴി സ്റ്റാർട്ട് ചെയ്യണേട്ടാ. അത്യാവശ്യം നല്ലൊരു വണ്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓടിച്ച് കയറ്റാം. മോശം വണ്ടിയാണെങ്കിൽ നമുക്കൊട്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂട്ടുകാരൻ ഡെൽസനാണ് നമ്മുടെ വണ്ടി ഓടിച്ചിട്ടിരുന്നത്. പുള്ളി ഇപ്പോൾ അത് രാജിവെച്ച് വണ്ടി അവിടെ താഴത്തുള്ളൊരു വീട്ടിൽ വെച്ച് എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ നടക്കുകയാണ്. അത്യാവശ്യം നടക്കാണ്ട് മുകളിലോട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മലയിലോട്ടുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമ്മളപ്പോൾ അതേ മല കയറി മേളിലെത്തിയിട്ടാ. അതെ ഈ കാണാറില്ല, ഇവിടം വരെ ഉള്ളൂ കേട്ടോ നമ്മുടെ ടാറിങ് എന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ ഒരു ടാറിങ്ങാണ്. അത് ഇവിടം വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പോണ റോഡ് കണ്ടില്ലേ, അതാണ് നമ്മുടെ മലയിലോട്ട് റോഡ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ കയറി വന്നപ്പോൾ തന്നെ അതെ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് അറിയില്ല. ഇങ്ങനൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കയറിയിട്ട് അത്യാവശ്യം റെസ്റ്റൊക്കെ എടുക്കാമെന്ന് ഇവിടെ ബോർഡ് കൊടുത്തേക്കണത്. നമ്മളിതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 റൂം കാണുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു റൂം കാണുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം മേളിലോട്ട് കയറി വരുമ്പോൾ തന്നെ. പിന്നെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ മലയുടെ മേളിൽ കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു കാഴ്ചയുണ്ടത്. നമ്മളങ്ങനെ മേളിലോട്ടുള്ള റോഡ് കയറി ഇങ്ങനെ വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു സൗണ്ടാണ്. അതായത് ചീവിടുകളുടെയൊക്കെ നല്ല ഭയങ്കര സൗണ്ടാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾ കേട്ട് കാണാൻ അടിപൊളിയാണ്. കണ്ടില്ലേ, ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ കണ്ടില്ലേ നിങ്ങൾ? നല്ല ഭംഗിയാണ് ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട്. ഇന്ന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. അധികം മൂടലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റത്തു നിന്നുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മേളിലോട്ട് റോഡ് കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വഴിക്ക് പോകണമെന്ന് സംശയമായിരിക്കും കേട്ടോ. കണ്ടല്ലേ, ഇങ്ങോട്ടേക്ക് ഒരു വഴി കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ വഴിക്ക് മുകളില. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പുല്ലൊക്കെ പിടിച്ചെടുപ്പുണ്ട്. മിക്കവാറും ഇതായിരിക്കുള്ളൂ മേളിലോട്ട് പോകാനുള്ള വഴിയായിട്ടാ. ഇവിടെ നമുക്ക് ചോദിക്കാനൊന്നും ഒരാളെയും കാണാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കണത്. അപ്പോൾ ഈ വഴി നമുക്ക് മേളിലോട്ട് കയറി നോക്കാം. ഇത് തന്നെയാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് എന്ന്. നമ്മളപ്പോൾ മല കയറാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഏകദേശം ഇപ്പോൾ 1 മണിക്കൂറായില്ലേ? 1 മണിക്കൂറായി. കുഴപ്പമില്ല, നല്ല അടിപൊളി കാഴ്ചയുണ്ട് നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് കയറുമ്പോൾ കിട്ടണം. നിങ്ങൾക്കിപ്പോൾ എൻ്റെ പുറകശത്ത് കണ്ടില്ല, ആ സൈഡിലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീനറി ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയണേ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷുവിൻ്റെ തലേ ദിവസം ഉണ്ടോ? നാളെയല്ലേ വിഷു? നാളെയാണ് വിഷു. അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ വന്നേക്കണത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിയിലൊക്കെ ആയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരാളെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് ഒരു അറ്റ്മോസ്ഫിയർ ആണ്ട. അതായത് നമ്മളിതിൽ കൂടെ വർത്തമാനം പറയാതെ സൈലൻ്റായിട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ, നിറയെ ചീവീടുകളുടെ സൗണ്ടും അതുപോലെ നല്ലൊരു ആംബിയൻസാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് നേരിട്ട് വന്നാൽ മാത്രം പറയാന്ന് വെച്ചാൽ അനുഭവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നൈസാണ് സ്ഥലം, അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വന്നോ, വെറുതെ ആയിരിക്കില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഫുഡ് എന്തെങ്കിലും കഴിക്കരുതെന്നോ കേട്ടോ. ഫുഡ് അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം, പിന്നെ വരുന്നവർ മാക്സിമം ഷൂവ് അതുപോലെ കയ്യിലൊരു ജാക്കറ്റും കരുതിക്കോട്ടെ. വേറെ ഒന്നുമല്ല, ഈ വെയിലുള്ള ക്ലൈമറ്റ് ആകുമ്പോണ്ടല്ലോ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാണ്, പക്ഷേ ഒരു കാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റായിരിക്കുള്ളൂ. പക്ഷേ ഞങ്ങളിപ്പോൾ ഈ വന്നിരിക്കണ ഒരു ക്ലൈമറ്റിൽ അധികം കാറ്റില്ലല്ലോ, കാറ്റ് കുറവാണ്, കാറ്റ് വളരെ കുറവാണ്. അതെ, ചൂട് അത്രയില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അത് കണ്ടില്ലേ, ഇതുപോലുള്ള കുറേ വഴികളുണ്ട് കേട്ടോ. അതായത് ഇവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല, അതായത് നടന്നു പോയേക്കണ കുറേ ചാലുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ മലയിലോട്ട് പ്രവേശിക്കാൻ കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ നോക്കി നല്ല ഭംഗിയാട്ടോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ തന്നെ. ഒത്തിരി മലകളാണ്, അത് നല്ല കിഡിലനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ ഒരു നടന്നു പോയേക്കണ ഒരു ചാല് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ നമുക്കൊരു വഴി എന്ന് പറയാനായിട്ട് ഇവിടെ ഇല്ല. പിന്നെ ഇതുള്ള കാട്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാകുന്ന എഴുജന്തുക്കൾ ഉണ്ടാകുന്ന നോക്കിയിട്ട് വേണം നടക്കാനായിട്ട്. കാരണം നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല ഇതിങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. പോരാത്തതിന് ഇതൊരു മലമ്പ്രദേശം കൂടി ആയതുകൊണ്ടേ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരിക. അതെ, ഈ ഭാഗത്തു നിന്നുള്ളൊരു സീനറി നോക്കി നിങ്ങൾ, നമുക്ക് ക്യാമറയിൽ അത് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നേരിട്ടുള്ളൊരു ഫീലിങ്സ് ഒരു രക്ഷയില്ല. എടാ മൂന്നാർ ഒക്കെ പോയൊരു ഫീലിങ്സ് ഇല്ലേ, അതിലടിപൊളിയാണെന്നാണ് അവൻ പറയുന്നത് കേട്ടോ. മൂന്നാറിനേക്കാളൊക്കെ നല്ല സെറ്റപ്പ് വ്യൂ ആട്ടോ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയണത്, രക്ഷയില്ല. നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് നോക്കിക്കോട്ടോ, ഏതായാലും വേസ്റ്റ് ആവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ, നല്ല അടിപൊളിയാണ്. ഈ വഴി നമുക്ക് ഇനിയും മേലോട്ട് കയറാൻ കേട്ടോ, നമുക്ക് ഏതായാലും മേലോട്ട് കയറാം. ഇവിടെ നിറച്ചത് ഇതേപോലത്തെ ദർബ എന്ന് പറയുന്ന പുല്ലാണ്, ഞങ്ങളുടെ അവിടെയൊക്കെ ദർബ എന്നാണ് ഇതിനെ പറയണത്. അത് നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ ഫുൾ കൈ ഡ്രസ്സ് ഇട്ട് നടന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അരമാണ്. അരമുള്ളതുകൊണ്ട് തന്നെ വെച്ചാൽ കൈയൊക്കെ നല്ല രീതിയിൽ മുറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ചില സമയത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കിതയ്ക്കുന്ന കാരണമൊന്നുമല്ല, ചില വാക്കുകളൊക്കെ തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കയറി കയറി വരും തോറും നമുക്കുള്ള ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നവർക്കൊക്കെ നല്ല അടിപൊളി ഒരു സീനറി കിട്ടും ഇവിടെ നിന്ന്. അതൊക്കെ ആ ഭാഗത്തൊക്കെ ഏതൊരു സ്ഥലങ്ങളൊക്കെയാണ്, ഏതാണെന്ന് നമുക്ക് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ വെറുതെ ഓരോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഓരോ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയട്ടോ. ഇവിടെ അതുപോലെ തന്നെ വലിയൊരു പാറയുണ്ട്, ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ല വ്യൂ ആണ്ട്ടാ കിട്ടുന്നത്. ഞാനപ്പോൾ ഏതായാലും മല കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ദർഭപ്പുല്ലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ നല്ല രീതിയിൽ ഉയരത്തിലോട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനും കോട്ട് എടുത്തിട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറപ്പായിട്ടും കൈമുറിയും. കാണില്ലേ, ഇതുപോലത്തെ ഒത്തിരി മുള്ളുള്ള ചെടികൾ കയറി വരുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കി, നല്ല അടിപൊളി ഒരു ഇതല്ലേ, നല്ല വൈബാണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെ. അതെ, നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അതെ ഡെൽസൺ നടന്നു കൊണ്ടിട്ടാ. അവന് മലയൊക്കെ കയറാൻ ഒരു കുഴപ്പമില്ല കേട്ടോ, അവൻ ഇണക്കണില്ല, പക്ഷെ ഞാൻ നല്ല രീതിയിൽ ഇണക്കണുണ്ട് കേട്ടോ മല കയറുമ്പോൾ. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഒരേ കയ്യിൽ ക്യാമറയും പിന്നെ ഈ സംസാരിച്ച് കയറുന്നതുകൊണ്ടായിരിക്കണം ഞാൻ നല്ല രീതിയിൽ കിതക്കണേ കേട്ടോ. അതേ ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ ഓക്കെ, അയ്യോ അടിപൊളിയാട്ടാ. നമ്മളിത് കൂടെ വരുമ്പോൾ നോക്കിയൊക്കെ നിൽക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഞാൻ നിൽക്കണ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഇവിടെ നിന്ന് ഞാൻ കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ ഇതേ ഇത്രയും വലിയൊരു ഇറക്കമാണ്, നേരെ താഴത്തോട്ട് പോകട്ടോ. അതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് അറിയില്ല കേട്ടോ, പക്ഷേ ഇവിടെ നിന്ന് അത്യാവശ്യം സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് തന്നെ വേണം പറയാം കേട്ടോ. ഏതെല്ലാം മേലോട്ട് കയറാം. ഇങ്ങോട്ടൊക്കെ കയറി വരുമ്പോൾ തന്നെ ചീവീടുകളുടെ ശബ്ദം ഉണ്ടെന്നറിയേ.
നല്ല രസമുണ്ട് ഈ കാടിനകത്ത് ഈ ചീവിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് മേളിലോട്ട് കയറാനായിട്ട്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, അതായത് നമ്മുടെ ഈ വ്യൂ പോയിൻ്റ് ഈ വഴി തന്നെയാണെന്ന് ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ ആളുകൾ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ചെറിയൊരു വഴി പോലെ നമുക്ക് കാണാൻ പറ്റും. അതിലൂടെയാണ് നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നൈസ്. പിന്നെ നമ്മൾ കയറുമ്പോൾ സൂക്ഷിച്ച് കയറാൻ മല എല്ലാ സ്ഥലത്തും കുത്തിനുള്ള ഇറക്കങ്ങളൊക്കെയാണ്. നമ്മൾ കയറി വന്നപ്പോൾ കണ്ടാണ്ട ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. ആളുകളോട് പണ്ട് എന്തോ മുളയെ കൊണ്ടെന്തോ ഇരിക്കാൻ വേണ്ടിയുള്ള എന്തൊരു സെറ്റപ്പ് റെഡിയാക്കി വെച്ചിരുന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡെൽസിൻ്റെ ഇവിടെ കയറി ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്പേ റിസ്ക് ആണെങ്കിൽ നല്ല മേലോട്ട് കയറാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ സ്ലോപ്പാണ്. ജസ്റ്റ് ഒന്ന് കയറി വെക്കാം. ജസ്റ്റ് ഒന്ന് കയറണേ, ഒന്നിടൂല. അമ്മേ ഈ പാറ കണ്ട, ഞാൻ നിൽക്കണുണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ താഴ്ഭാഗം. റിസ്ക് ആണ്ടാ, പക്ഷെ നിങ്ങൾ നോക്കിയേ എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് മലനിരകളൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ആ ഭാഗത്തോടൊക്കെ നോക്കി കണ്ടില്ലേ, നമ്മുടെ ചുറ്റിനായിട്ടും മലനിരകളാണ്. അതുപോലെ തന്നെ ഈ ഭാഗം കണ്ടില്ലേ പച്ചപ്പാട്ട് കിടക്കണൊക്കെ സൂപ്പർ, ഒന്നും പറയാനില്ല. നൈസ്. ഡെൽസ എങ്ങനെയുണ്ട് സ്ഥലം? രക്ഷയില്ല എന്ന് പറയുന്നത് ഡെൽസൺ പൊളിയാണ്. അപ്പോൾ ഏതായാലും ഞാനൊക്കെ കയറിക്കണുണ്ടല്ലോ ഇതേപോലെ സ്ഥലം. ഒറ്റക്കൊന്നും വന്നവർ കയറരുത്, ഒറ്റക്കൊന്നല്ല കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാലും സൂക്ഷിച്ച് കയറാം, അല്ലെങ്കിൽ റിസ്ക്കാണ്. കാരണം നമ്മുടെ ലൈഫ് വെച്ചിട്ടുള്ള റിസ്ക്കാണത്. ഇത് കണ്ടില്ലേ, ഇനി നമ്മൾ മേളിലോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു പോക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരിക്കും നമുക്ക് മേളിലോട്ട് എത്താനുള്ളൊരു വഴി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ വിട്ടോ വിട്ടോ കയറിക്കോട്ടെ, അത് വലിയൊരു മുള്ളാണ് കേട്ടോ. ഇതുള്ള വഴി നടക്കുമ്പോൾ സൂക്ഷിച്ച് കയറണം കേട്ടോ. വേറെ ഒന്നുമല്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പാമ്പ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി പണിയായിരിക്കുള്ളൂ. വഴിയൊക്കെ അത്യാവശ്യം റിസ്ക് ചെയ്യാൻ കേട്ടോ. നമ്മൾ കാടിനകത്തോട്ട് കയറുന്തോറും നമ്മുടെ ഈ ചീവീടിൻ്റെ സൗണ്ട് കൂടി വരാൻ കേട്ടോ. ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കുക, നിങ്ങൾ ആ സൗണ്ടൊന്ന് കേട്ടോ നോക്കി. കാടിനെ നടുക്ക് വെച്ചിട്ട് നമ്മുടെ ചീവീടിൻ്റെ സൗണ്ട്. സൂപ്പർ അല്ലേ നമ്മുടെ ചീവിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്, ഒരു രക്ഷയില്ല. നിങ്ങളാ കയറ്റം നോക്കിയേ, നല്ല കുത്തനെയുണ്ട് കയറ്റം കിടക്കുന്നത്. ഞങ്ങൾ കയറി വന്ന വഴിയാണിതേ. ഞങ്ങൾ നോക്കിയേ ഡെൻസാ നീങ്ങേ വേണ്ടാ, നല്ല കുത്തനെയുള്ള കയറ്റം ഉണ്ടോ. ഇതിൽ കൂടെ ഞങ്ങൾ കയറി വന്നത്. ചെറുതായിട്ടൊന്ന് അണച്ചിട്ടോ, അത്ര കാര്യമായിട്ടുള്ളതൊന്നുമില്ല, ചെറുതായിട്ട് അണച്ച്. ഇങ്ങോട്ടേക്ക് വന്നവർ തീർച്ചയായിട്ടും കയ്യിൽ കുടിക്കാനുള്ള വെള്ളം ഭക്ഷണവും കൈ കയറുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ തന്നെ നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്, അതുപോലെ വിശക്കുന്നുണ്ട്. കയറ്റം കണ്ടില്ലേ, നല്ല കുത്തനെയുള്ള കയറ്റങ്ങളാ. എങ്ങനെയുണ്ട് ഡെൽസാ? സൂപ്പറല്ലേ? അയ്യോ ഞാനച്ചറ്റാ, ഞാനച്ചന്ന് നല്ല രീതിയിൽ. ഡെൽസ ഇത് നമുക്കിനി തിരിച്ചിറങ്ങണ്ടേ? അയ്യോ. പിന്നെ നമ്മുടെ ഈ മലയിലുണ്ടല്ലോ മുള്ളു ഉച്ച കഴിഞ്ഞിട്ട് കയറരുതെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മുടെ നല്ല ഉയരമുള്ള മലകളിൽ ഈ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ
പെട്ടെന്ന് ഇടിമിന്നലൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് മുന്നേ മിക്ക ഉയരമുള്ള മലകളിൽ കയറി കഴിഞ്ഞാലും ഇറങ്ങാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഏതായാലും മലയുടെ മേളിൽ കയറി ഏറ്റവും ടോപ്പ് എത്തിയിട്ടില്ല കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഇണച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇരിക്കണത് ഡെൽസൺ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ പുറകിലോട്ടുള്ള വ്യൂ നോക്കി, നൈസല്ലേ? എൻ്റെ താഴത്തോട്ട് നോക്കി നല്ല കുത്തിനുള്ള ഇറക്കം ഉണ്ടാ. അപ്പോൾ ഏതായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി മേലോട്ട് കയറണുള്ളൂ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. നമ്മളപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങിയേട്ടാ. വഴിച്ചാലെന്ന് പറയാനായിട്ട് നിങ്ങൾ കാണുന്നില്ലേ ഇതുപോലത്തെ ഉള്ള ഓരോരോ എന്താടാ ചെറിയുമ്പോഴോ അടിപൊളി മെത്തയാ. അപ്പോൾ ആ ഭാഗത്ത് ചൊറിയാകുമ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ പോവാ. അതിന് മേളിൽ കയറണം വ്യൂ പോയിൻ്റ്. പിന്നെ മേളിൽ കൂടെ പോയാലാണ്ടോ മനസ്സിൻ്റെ മേളിലാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് ഉള്ളത്. അതേ കണ്ടില്ലേ കയറി വരുമ്പോൾ തന്നെ ഇവിടെയൊക്കെ നിറച്ച് ചെറിയാകുമ്പോഴാണ്. മേത്തായി കഴിഞ്ഞാണല്ലോ ഒരു സുഖം ഉണ്ടാവില്ല നമ്മുടെ ഈ മല കയറ്റത്തിന്. കൈമേയാ ആയാ എലമേക്ക ഉണ്ടല്ലേ? ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നിറച്ച് ചെറിയാകുമ്പോഴും കേട്ടോ. അപ്പം നോക്കി നടക്കുക, വീഴല്ലേ. നമ്മൾ നിൽക്കണണ്ടില്ലേ നല്ല അടിപൊളി കാടിൻ്റെ അകത്താണ് ഇപ്പം നമ്മൾ നിൽക്കണത്. ഞാനുണ്ട് ഡെൽസനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഈ കാട്ടിൽ. നൈസാണ് കേട്ടോ. അട്ട ഉണ്ടാവാതിരുന്നാൽ മതി. ഇതുവരെ വന്നിട്ട് കണ്ടില്ല. സാധാരണ മൂന്നാർ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് അട്ടേനൊക്കെ കാണുന്നത്. നമ്മുടെ ഇവിടെ വന്നിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. എടാ ഇലയ മൂട്ടല്ലേ ഏട്ടാ, നിറച്ച് ചൊറിയാമ്പുഴ അല്ലേ? ഈ ഭാഗത്തുള്ള മരത്തിൽ മൊത്തം ചൊറിയാമ്പുഴ കേട്ടോ. മിക്കവാറും ഞങ്ങളിവിടെ നിന്ന് ചൊറിഞ്ഞിട്ടായിരിക്കുള്ളൂ പോണത്. കണ്ടില്ലേ പാറയിൽ മൊത്തം ചൊറിയാമ്പുഴ. എടാ വഴി മാറിപ്പോയാ വന്നത്. നീ കയറി കയറി. ഇതല്ലേ? ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വഴിയൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതി കൂടെ പോകണമെന്ന് അറിയില്ല. അപ്പം നീ കണ്ടില്ലേ ഇതിൽ കൂടെയാണ് ചെറിയൊരു ചാല് പോലെ കാണുന്നത്. നമുക്ക് പോകേണ്ട അതിൻ്റെ മേളിലോട്ടാണ് കേട്ടോ. ഏതായാലും ഈ വഴിക്ക് പോയി നോക്കാം. എടാ നോക്കി പോട്ടാ, ചൊറിയാമ്പുഴ അധികം മേത്ത് മുട്ടാൻ നോക്കിയോ. ഏതായാലും ഫുൾ കൈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാട്ടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. ഞങ്ങളുടെ അടുത്ത് ഏതായാലും 2 ചെറിയ ജാക്കറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിൽ കുഴപ്പമില്ല. പിന്നെ ഈ വഴിയൊക്കെ ആളുകൾ വരാറുണ്ട്. അതെ പ്ലാസ്റ്റിക്കൊക്കെ എടുപ്പുണ്ട്. ആ വഴിയാണോ പോകുന്നത്? നമുക്ക് ഈ വഴി ഒന്ന് കയറി നോക്കിയാലോ? കയറി നോക്കാം. കയറിക്കോ. എൻ്റെ അടുത്തല്ലേ വടിയുള്ളത്. ഡെൽസൻ്റെ കയ്യിലാണ് വടിയുള്ളത്. അപ്പോൾ അവൻ ഏതായാലും ഓരോ സ്ഥലത്ത് അടിച്ച് കയറി പോട്ടെ. എന്താടാ? ഇല്ലടാ ഈ ഭാഗത്ത് ചൊറിയാമ്പുഴല്ലടാ. ആ സൈഡിലായാലും ചൊറിയാമ്പുഴ. ഈ ഭാഗത്തൊരു മരം നിൽക്കണണ്ടില്ലേ നിറച്ചിങ്ങനെ ചെതലരിച്ചു പോകണം. ചെതലല്ല എന്തോ ഒരു കുറ്റി പിടിച്ചു പോകണം ഇപ്പോൾ കേട്ടോ. ചെറിയൊരു മരമാണ്, മേളോട്ടില്ല. ഈ ഭാഗത്തൊക്കെ നല്ല രസമുണ്ട് കാടിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ കാണാനായിട്ട് തന്നെ. അത് ഞാൻ വേണ്ട ചൊറിയാമ്പുഴ സീനാണ് ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളത് ഇത്രയും വലിയൊരു മലയുടെ മേളിൽ വന്നിട്ട് ഈ ഭാഗത്ത് ഏതായാലും ചെറിയ പോസ്റ്റിൻ്റെ പൈപ്പൊക്കെ എടുപ്പുണ്ട്. എന്താടാ ഫ്രണ്ട്സ്? അപ്പോൾ ഈ മരത്തിൻ്റെയൊക്കെ ഫുള്ള് ചൊറിയാമ്പുഴം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നൊരു നോക്കി വരിക, അല്ലെങ്കിൽ ചൊറിഞ്ഞ് ഒരു അവസ്ഥയിലെത്തും നിങ്ങൾ. അങ്ങനെ നമ്മളിതേ ഈ പൊക്കൊണ്ടിരിക്കണം കേട്ടോ. മുതുക്കോര കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഇപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ഒരു ഏരിയ ഉണ്ടല്ലേ അവിടെ നിറച്ച് ചൊറിയാമ്പുഴയായിരുന്നു കേട്ടോ. നിലത്തും മരത്തേലും വന്ന ഇലയിലും ഫുള്ള് ചൊറിയാമ്പുഴയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഏരിയയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ, ഇങ്ങോട്ടേക്ക് ചൊറിയാമ്പുഴൊന്നുമില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടാട്ടെ നോക്കി, നല്ല ഭംഗിയില്ലേ. ഇതെന്ത് സാധനമൊന്നും അറിയില്ല കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഏതായാലും എന്തേ ഈ കാണുന്ന ചെടിയില്ലേ, ഈ ചെടിയും ഉണ്ടായിരിക്കണം കേട്ടോ. ഡെൽസൺ ഏതായാലും നടന്ന് അറ്റെത്തി കേട്ടോ. ഞാനിവിടെ വീഡിയോ എടുത്ത് ഓരോ സ്ഥലങ്ങൾ കാണിച്ചാൽ വന്നുകൊണ്ടിരിക്കണം. ഡെൽസാ വിളി കേൾക്കുന്നുണ്ട് ആ ഭാഗത്തുണ്ട്. എന്താ?
ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിതിൻ്റെ ഓരോ ഭാഗത്തോട് വരുംതോറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, നമ്മൾ വന്ന് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടത്. ഇച്ചിരി റിസ്ക്കാണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, പക്ഷെ വന്ന് കഴിഞ്ഞാൽ ആ റിസ്ക് എടുത്തതിന് നമുക്കൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക്. കാരണം നമ്മൾ ഇത്രയും വലിയ കയറ്റമൊക്കെ കയറി മേളിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു കാഴ്ചയുണ്ട്. നമ്മുടെ ഈ മുതുകോര എന്ന് പറയുന്ന മലയിലോട്ട് കയറി വരുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, ഒരു ഫീലിങ് വെറുതെ ആയിരിക്കില്ല കേട്ടോ ഇങ്ങോട്ടേക്കുള്ള വരവ്. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഈ സ്ഥലം കണ്ടിട്ട് വരുന്നത്. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇതുപോലെ ഇത്രയും വലിയൊരു ട്രെക്കിംഗ് പ്ലേസാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നൈസാണിത്. ഇങ്ങോട്ട് വന്നപ്പോൾ 2 വഴി കാണണം കേട്ടോ. ഒന്ന് ഇതിൽ കൂടെയും പോവാം, ഒന്ന് അതിൽ കൂടെയും പോവാം. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആകെ പെട്ടു പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിൻറ്റിൻ്റേതായ ഒരു ബോർഡ് വെച്ചിട്ടില്ല ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ. അത് നമ്മൾ സ്വയം കണ്ടുപിടിക്കണം കേട്ടോ. ഞങ്ങൾ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നടന്നു പോയേക്കണ ഒരു ചാലുണ്ടല്ലോ, നടന്നു പോയേക്കണം, അത് വെച്ചിട്ടാണ് കയറി പോകുന്നത്. എവിടെ എത്തുമെന്ന് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. എന്തായാലും ലക്ഷ്യം മേളിലെത്തണമെന്നാണ്. മേളിലെത്തിയിരിക്കും അല്ലേ ഡെൽസാ? ഡെൽസൻ വടിയും പിടിച്ച് ഓരോ വഴിയും വെട്ടി തെളിച്ച് പോകുന്നുണ്ട്. അത് ശരി, എന്നിട്ടാണ് ഇതിനെ കറക്കി കൊണ്ടുപോയത്. അയ്യോ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നല്ലപോലെ അണക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ ഫീലും ചെയ്യും കേട്ടോ. അതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ ഓരോ മലനിരകൾ ഇങ്ങനെ നിൽക്കുന്നത്. ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ ഏതോ ടവറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഏതോ സ്ഥലങ്ങളാണ്, പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും പേരറിയില്ല. ഞങ്ങൾ മേളിലോട്ട് കയറി വന്നപ്പോൾ അതെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 12:20 ആയി. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചൂട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. നൈസ് കാഴ്ച അല്ലേ ആ സൈഡിൽ കാണുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളേതായാലും നടന്ന് അത്യാവശ്യം കുറേ മുകളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ നോക്കി, നൈസല്ലേ. അതേപോലെ ഡെൽസനോട് ഇരിക്കണ്ട, ഞങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ഇണച്ച്. പിന്നെ നേരത്തെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബോർഡൊന്നുമില്ല, അതായത് എന്തെങ്കിലും ഒരു സൈൻ ബോർഡ് വേണ്ടേ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് മേളിലോട്ട് പോകാനുള്ളത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ തന്നെ വഴി കണ്ടുപിടിച്ചാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ആ കാണുന്ന മല ഉണ്ടല്ലേ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞിട്ടാണ് നല്ല വ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർ ഒറ്റയ്ക്ക് ഒരിക്കലും ആരും വരരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോവും. അതുപോലെ തന്നെ ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ടയർഡാവും കേട്ടോ. അപ്പോൾ മാക്സിമം ഒറ്റയ്ക്ക് വരാതിരിക്കാൻ നോക്കുക. സ്പോട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളപ്പോൾ വീണ്ടും മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ക്യാമറയും പിടിച്ചുകൊണ്ടും ഈ മല കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ഈ മല കയറാമെന്ന് വെച്ച് കഴിഞ്ഞാലും നിസ്സാര പരിപാടിയല്ല, അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഡെൽസം മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ മലയാണ്ട് ഞങ്ങൾ കയറി വന്നു. ഓരോ സൈഡിൽ കൂടെ പിടച്ചാണ് മേളിലോട്ട് കയറി വന്നത്. പക്ഷേ ഇങ്ങനെ കയറി വരുമ്പോഴും നല്ല വ്യൂസാണ് ഇവിടെ നിന്ന് കിട്ടണം കേട്ടോ. അതൊരു രക്ഷയില്ല. പിന്നെ മഴയുള്ള ടൈമിലൊന്നും നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് ഒന്ന് കയറരുത് കേട്ടോ, പെട്ടുപോകും നിങ്ങൾ. ഇപ്പം തന്നെ ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ ഞങ്ങൾ അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് കയറുന്നത്. ഏതായാലും ഉച്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് തിരിച്ചിറങ്ങണം ഇതിൻ്റെ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ പണിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലമ്പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴേക്കും ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആവും കേട്ടോ. വഴി തെറ്റിയാ കഴിച്ചപ്പം അതിൻ്റെ മേളിലോട്ടാണ് ഞങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മേളിലോട്ട് കയറണമെന്നുള്ളൊരു
ഡൗട്ടായി, വേറെ ഒന്നും കൊണ്ടല്ല, നല്ല രീതിയിൽ ആവശ്യമായിട്ടുണ്ട്. പിന്നെ സമയം ഇപ്പോൾ 1 മണിയായി തുടങ്ങി. അപ്പോൾ അറിയാമല്ലോ, ഭക്ഷണമൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. ഞങ്ങൾ ആകെ വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ബോട്ടിൽ വാട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ക്രീം ബണ്ണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇത് കയറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കയറ്റം എന്ന് വെച്ചപ്പോഴേ ഒരു വ്യൂ പോയിൻ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇതുപോലുള്ള വഴി കൂടെയാണ് കയറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതാണ് പറ്റിയത്. പിന്നെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള വഴി കൂടെ അല്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് വഴി തെറ്റി ഞങ്ങൾ ആദ്യം ആ സൈഡിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നേട്ടാ. ഏതായാലും മേളിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ചു തരാട്ടാ. കാരണം ക്യാമറ പിടിച്ചുകൊണ്ട് കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നമ്മളങ്ങനെ മലയുടെ മേളിൽ എത്തിയിട്ടാ ഫൈനലി. കാരണം ഞങ്ങൾക്ക് കുറേ പ്രാവശ്യം വഴി തെറ്റിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്കിംഗ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ കറക്റ്റായിട്ട് ആ വ്യൂ പോയിന്റിലോട്ട് എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയൊരു ചാല് കണ്ടതിലൂടെ നടന്ന് വേറെ സ്ഥലത്തെത്തി. പക്ഷേ ഇടയ്ക്ക് വെച്ച് വഴി സ്റ്റോപ്പായി. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ഒരു ഫൈനൽ ഏറ്റവും മേളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കിവിടെ കഴിക്കാമെന്ന് വെച്ചാൽ കണ്ടില്ലേ, ബണ്ണാണ് കേട്ടോ. ബണ്ണും പിന്നെ 3 കുപ്പി വെള്ളമാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടയർഡായി, അതുപോലെ നല്ല രീതിയിൽ സ്റ്റാമിനയൊക്കെ പോയിട്ടോ. ഇനി ഏതായാലും ഈ ബണ്ണ് കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളത് ഫൈനലി മുതുക്കോര മലയുടെ ഏറ്റവും മേളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ കഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തവണ വഴി തരികട്ടാ. ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്ട നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ പുറവശ സൈഡൊക്കെ കണ്ടില്ലേ, ഇവിടെ നിന്ന് തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു പാറയുടെ മേളിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ അല്ലേ. ആ സൈഡിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട വീണ് തുടങ്ങിയിട്ടാ. അതിൽ നൈസ് വ്യൂ ആണ്ടാ. പിന്നെ ഞാൻ നിൽക്കണ ഈ പാറ കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയേ, നല്ല കുത്തനായിട്ടുള്ള ഇറക്കം കൊണ്ട് എടുക്കണത്. കാലങ്ങൻ തെറ്റിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പൊടി പോലും കിട്ടില്ല. ആ സൈഡിലുള്ള മലയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ല. അങ്ങനെ പാറകളിങ്ങനെ നിരന്ന് നിൽക്കണതാണ് തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതായത് നമ്മുടെ പ്രകൃതിയുടെ ഭംഗി കാണണമെങ്കിൽ കഷ്ടപ്പെട്ട് ഇതുപോലെ മേളിലോട്ടൊക്കെ കയറണം. മേളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാലാണ് ഇതുപോലെ ഇത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഏതായാലും നല്ല നൈസ് വ്യൂ ആണ് കേട്ടോ. അത് കാരണം ക്ലൈമറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അതായത് എൻ്റെ ക്യാമറയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അതായത് ഓരോ സ്ഥലത്തായിട്ട് പല പല സ്ഥലങ്ങൾ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് അറിയില്ല കറക്റ്റായിട്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. അതായത് ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് മലയൊക്കെ കഷ്ടപ്പെട്ട് കയറാൻ ഇഷ്ടമുള്ളവർ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നോട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, അത്യാവശ്യം നല്ലൊരു കയറ്റമുണ്ട്. പിന്നെ കയ്യിൽ വെള്ളം മസ്റ്റാണ്, അതുപോലെ കഴിക്കാനുള്ള ഭക്ഷണവും മസ്റ്റായിട്ട് വേണം. ഞങ്ങളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബണ്ണ് കഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഡൽസ് എത്രയാടാ? 1:04 ഏട്ടാ. ഇനി അധികം നേരം നമ്മളിവിടെ നിൽക്കണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മഴക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭയങ്കര ഉയരമുള്ള മലയുടെ മേളിൽ നിന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഈ ഇടിമിന്നലൊക്കെ പെട്ടെന്ന് കൊള്ളും. അതായത് പെട്ടെന്ന് ഏൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നല്ല ഉയരമുള്ള മലയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ 2 മണിക്ക് മുന്നായിട്ട് തന്നെ താഴോട്ട് ഇറങ്ങാൻ നോക്കാട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മലയുടെ മേളിൽ നിന്ന് നിൽക്കുമ്പോൾ ഉള്ള കാഴ്ച കേട്ടോ. അടിപൊളി. ഡൽസ് എങ്ങനെയുണ്ട്? അടിപൊളി. അവശരായിക്കാണ് പുള്ളിക്കാരൻ. ആദ്യമൊക്കെ കയറിയപ്പോൾ ഭയങ്കര ഉഷാറായിരുന്നു. പക്ഷേ മേളിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ടയർഡാട്ടോ. ഞങ്ങൾ കുറേ നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് കയറിയേട്ടാ. പിന്നെ ഏതായാലും നമ്മുടെ ഈ മുതുകോര മലയുടെ വീഡിയോ, മുതുകോര എന്നല്ല പേര്, മുതുകോര എന്ന് തന്നെ മലയുടെ പേര്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറക്കമാണ്. അപ്പോൾ ഇനി ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ളൂ. പക്ഷേ ഇറക്കത്തിൻ്റെ വീഡിയോ ഞങ്ങൾ എടുക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ടും ഇറങ്ങിപ്പോണ വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. കയറി വന്നപ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.